വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പരിശോധിക്കാം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പം കണ്ടെത്തിയ പെൺകുട്ടികളുടെ മൊഴിമാറ്റത്തിൽ പോലീസിന് പരാതിക്കും പിന്നിൽ CPI മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ നാരായൺപൂരിലാണ് മൊഴിമാറ്റത്തിനും പോലീസ് പരാതിക്കും ഗൂഢാലോചന നടന്നത്. CPI ജില്ലാ കൗൺസിൽ ഓഫീസിൽ നടന്ന ഗൂഢാലോചനയുടെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. ഛത്തീസ്ഗഡിൽ നിന്നും വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ പെൺകുട്ടികളുടെ ബൈറ്റ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് രാവിലെ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അതായത് ഈ പെൺകുട്ടികൾ മൊഴിമാറ്റി പറയുകയും തങ്ങൾ കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നതിനെ അനുകൂലിക്കുന്നവരാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ നൽകിയിരുന്നത്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണിപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കുന്നത്. അതായത് CPIയുടെ നാരായൺപൂരിലെ ഓഫീസിൽ ഈ പെൺകുട്ടികൾ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നടന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണല്ലോ ഇന്ന് കാലത്ത് മുതൽ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത. ശ്രീകാന്ത്, ഗൗതം, നമ്മളെ ഏറെ ഞെട്ടിക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു വാർത്ത നൽകുകയല്ല, അത് തെളിവ് സഹിതം, ദൃശ്യങ്ങൾ സഹിതം ഇതാ കേരളത്തിന് മുന്നിലേക്ക് ജനം TV വയ്ക്കുകയാണ്. അതായത് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പെൺകുട്ടികൾ നാരായൺപൂരിലെ CPI ഓഫീസിൽ എത്തി പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളികളാകുന്നത്. അത് നാരായൺപൂരിലെ CPI ജില്ലാ കൗൺസിൽ ഓഫീസിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. അവരെ കൊണ്ട് CPIയുടെ നേതാക്കളാണ്, അവിടുത്തെ നാരായൺപൂരിലെ നേതാക്കളാണ് ഈ പരാതി തയ്യാറാക്കിച്ചതും പോലീസ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോയതും. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ, ജനം TVയുടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം അവർ മൊഴി മാറ്റിയാൽ മാത്രമേ ഇവർക്ക് ജാമ്യം കിട്ടൂ എന്നുള്ളതിരിക്കെ തൊട്ടടുത്ത ദിവസം അവർക്ക് ജാമ്യം കിട്ടുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമായ ഇന്ന് ഇതാ ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളെയും നാരായൺപൂരിലേക്ക് വരുത്തി, ഒരു വിഭാഗം മാധ്യമങ്ങളെ നാരായൺപൂരിലേക്ക് വരുത്തി ഈ CPIയും അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളും ചേർന്ന് ആ പെൺകുട്ടികളെ കൊണ്ട് മൊഴി നൽകിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 കന്യാസ്ത്രീകൾ, അത് തെറ്റിദ്ധാരണ കൊണ്ടാകട്ടെ ഇനി അല്ലാതെയാകട്ടെ, അവർ ജയിലിലായി. അതിനുശേഷം അവർ പുറത്തിറങ്ങി ജാമ്യത്തിൽ പോവുകയും ചെയ്തിട്ടും ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം കിട്ടുമോ എന്ന് നോക്കുകയാണ് ഇപ്പോഴും ഇടതു പാർട്ടികൾ. CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല എന്നതാണ് അവസ്ഥ. എന്നാൽ CPIയുടെ കാര്യം അങ്ങനെയല്ല. ഈ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ നാരായൺപൂരിൽ അവർക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. മാത്രമല്ല CPI മാവോയിസ്റ്റ് സംഘടനകൾക്ക് ഈ പുറത്തു നിന്നും പിന്തുണ നൽകുന്നതും അവിടുത്തെ CPIക്കാരാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളിയായ നേതാക്കളടക്കം ഈ നാരായൺപൂരിലേക്ക് എത്താറുമുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായതാണ് ആ CPIക്ക് വ്യക്തമായ സ്വാധീനം ഈ പെൺകുട്ടികളുടെ ഗ്രാമത്തിൽ, മാവോയിസ്റ്റ് സ്വാധീന ഗ്രാമത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവിടാനുള്ളത്. അവരുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടികളെ മിനിഞ്ഞാന്ന് ഈ CPIയുടെ നാരായൺപൂർ ഓഫീസിൽ എത്തിച്ചതും അവിടെ വെച്ച് പരാതി കൊടുക്കുന്നതും ശേഷം അവർക്കുള്ള പ്രൊട്ടക്ഷൻ എന്ന പേരിൽ അവരെ ഈ നിമിഷം വരെ പാർപ്പിച്ചിരുന്നതും CPIയുടെ നാരായൺപൂർ ജില്ലാ കൗൺസിൽ ഓഫീസിലാണ്. ഇന്നലെ ജാമ്യം കിട്ടി. അതോടുകൂടി ദുർഗിലെ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ജോലി കഴിഞ്ഞു. അവിടുത്തെ ജോലി ഏതാണ്ട് അവസാനിച്ചു. മറ്റു കന്യാസ്ത്രീകൾ പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. അതായത് CPIയുടെ നേതാക്കൾ, ഈ മതമേലധ്യക്ഷന്മാർ, ഇവിടുത്തെ സഭയുടെ ചില ആളുകൾ, അവരുടെ പേര് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല, കാരണം മലയാളികളാണ് ആ കൂട്ടത്തിൽ ഉള്ളത്. സഭയുടെ ചില ആളുകൾ CPIയുമായി ചേർന്ന് ഈ പെൺകുട്ടികൾ ഉള്ള സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം അവർക്ക് തങ്ങളെ മർദ്ദിച്ചു, ബജ്രംഗദളുകാർ തങ്ങളെ മർദ്ദിച്ചു, ബജ്രംഗദളുകാർ തങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ജ്യോതി ശർമ്മ, ഒന്നും ആലോചിക്കേണ്ടത്, ജ്യോതി ശർമ്മയാണ് ബജ്രംഗദൾ എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി. ഈ ജ്യോതി ശർമ്മ എങ്ങനെയാണ് ഈ 3 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് എന്നുകൂടി നമുക്കിനി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ വയ്യ. കാരണം അങ്ങനത്തെ മൊഴികളാണ് കൊടുത്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബൈറ്റും അങ്ങനത്തേതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ബജ്രംഗദളൊക്കെ തന്നെ ആ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഇവരെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ റൂമിലിരിക്കുമ്പോൾ അവിടെ ചെന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ചെയ്യാൻ പോലും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല.
ഇത് നിലനിൽക്കെയാണ് ഇപ്പോൾ ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CPIയുടെ നേതൃത്വത്തിൽ, കാരണം നാരായൺപൂരിൽ കോൺഗ്രസിൻ്റെ പൊടി പോലുമില്ല, കാരണം മാവോയിസ്റ്റ് ബാധിത മേഖലയാണ്. അവിടേക്ക് ഇറങ്ങിയാൽ കോൺഗ്രസിനറിയാം നന്നായി പോകാൻ പറ്റില്ലെന്ന്. CPIM പിന്നെ ഈ സംസ്ഥാനത്ത് തന്നെ മഷിയിട്ട് നോക്കിയാൽ പോലുമില്ല. പിന്നെ ഉള്ളത് CPI ആണ്. അവരുടെ ഇവിടുത്തെ സാന്നിധ്യം തള്ളിക്കളയരുത്.